ഹലോ എവ്രി വൺ, വെൽക്കം ടു BJ's പാഷൻ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റ്സ് ഫോം ചെയ്യാവുന്നിടം വരെ ബീറ്റ് ചെയ്യണം. അതിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കമ്പൈൻ ചെയ്യണം, ബീറ്റ് ചെയ്യണം. അഗെയിൻ ബീറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് ഫോമിങ് ആൻഡ് ദെൻ വി ആർ ആഡിങ് ദ ബട്ടർ. 175 ഗ്രാം ആണ് ആഡ് ചെയ്യുന്നത്. വനില എസൻസ് 1 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന എഗ് യോക്ക് 1 by 1 ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ് യോക്ക് എല്ലാം നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ആൻഡ് ദ ബേക്കിംഗ് സോഡ 1 by 4 ടീസ്പൂൺ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഫ്ലോർ, അതായത് 250 ഗ്രാം, ഇതെല്ലാം കൂടെ സീവ് ചെയ്ത് മാറ്റി വെക്കണം. അത് കുറേശ്ശെയായിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കമ്പൈൻ ചെയ്യണം പാർട്ട് ബൈ പാർട്ടായിട്ട്. മുഴുവനോട് ഇട്ടാൽ ഒരു കട്ട കെട്ടിപ്പോവും. അപ്പോൾ കുറേശ്ശെയായിട്ട് നന്നായിട്ട് അത് കമ്പൈൻ ചെയ്തെടുക്കണം. അത് വൺസ് അതായി കഴിഞ്ഞാൽ നമുക്കതിനെ മോൾഡിലോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായി കമ്പൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫോമി ആയിട്ടുള്ള ആ ഒരു നേച്ചർ മാറാതെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്. നമ്മൾ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കണ്ടന്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് മോൾഡിലേക്ക് മാറ്റുവാണ്. ഈ മോൾഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാനായിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്കാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിത് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനാണ്. അതിലേക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ എസ്കേപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കത് ഓവനിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 300 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ഫ്ലഫി മെൽറ്റ് ഇൻ യുവർ മൗത്ത് ബട്ടർ കേക്ക് കിട്ടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ടെമ്പറേച്ചർ ഓരോ ഓവൻ്റെയും അനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ് യു ട്രൈ അക്കോർഡിംഗ് ടു യുവർ ഓൺ ഓവൻ. And that's it. I hope you all enjoyed, and then all of you try baking it and enjoy the super soft butter cake. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ബട്ടർ കേക്ക് ഓൾമോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് കേക്ക്. വി ക്യാൻ സീ ദാറ്റ്. ആൻഡ് നമുക്ക് ഇത് കേക്ക് റെഡി ആയോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ സ്ക്യൂർ ഇട്ട് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതിൽ കണ്ടൻസ് ഒന്നും ഇല്ലാതെ വരികയാണെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്ന്. നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇത് നോക്കി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കത്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കാം. മോളും ഞാനും കൂടിയാണ് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കേക്കിനെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കേക്ക് പാകമായിട്ടുണ്ട്. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സൂപ്പർ സോഫ്റ്റ് ഫ്ലഫി ബട്ടർ കേക്ക് ഈസ് റെഡി ടു ഈറ്റ്. സോ ലെറ്റ് us try slicing the cake. നല്ല നമ്മൾ നോക്കിയാലേ കണ്ടാലേ അറിയാം. നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ് നമ്മുടെ കേക്ക്. നമ്മൾ സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്കൊന്ന് കഴിച്ചാലോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി സോഫ്റ്റ് ഡെലീഷ്യസ് മെൽറ്റ് ഇൻ യുവർ മൗത്ത് ബട്ടർ കേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.